വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നപ്പോൾ കേരളത്തിൽ ഉയർന്ന ചോദ്യമുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊരു ട്രെയിൻ? ആരാണ് ഇത്രയധികം പണം മുടക്കി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നൊക്കെ. വിമർശകരുടെ ഈ ചോദ്യങ്ങളെല്ലാം ചവറ്റുകുട്ടയിലായിരുന്നു. തുടക്കം മുതലേ കേരളത്തിലെ 2 വന്ദേ ഭാരത് ട്രെയിനുകളും വൻ ഹിറ്റാണ്. ഇന്ത്യയിൽ ഇത്രയും യാത്രക്കാർ കയറുന്ന മറ്റു വന്ദേ ഭാരതുകൾ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. കേരളം അങ്ങനെയാണ്. യാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാന്ദ്രത കൂടിയ സ്ഥലമാണ്. എത്രയെത്ര ട്രെയിനുകളും ബസ്സുകളും ഇനി വിമാനങ്ങളും വന്നാൽ പോലും മലയാളിക്ക് അത് മതിയാകില്ല. മലയാളി എന്നും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ ട്രെയിനുകൾ മിക്കതും സഞ്ചരിക്കുന്നത് ഫുൾ റിസർവേഷനും ഫുൾ ഒക്യുപ്പൻസിയുമായാണ്. ഇത് റെയിൽവേയുടെ കണക്കുകൾ തന്നെ കാട്ടിത്തരും. ഇനിയും കേരളത്തിലെ ട്രെയിൻ യാത്രാക്ലേശം മാറിയിട്ടുമില്ല. അത്രമാത്രം ദീർഘദൂര ഹ്രസ്വദൂര ട്രെയിനുകൾ കേരളത്തിലൂടെ ദിവസവും ഓടുന്നുണ്ട്. എന്നിട്ടാണ് ഈ പ്രതിസന്ധി. ഇനി നമ്മുടെ പ്രതീക്ഷ വന്ദേ മെട്രോയിലാണ്. കേരളത്തിന് സന്തോഷിക്കാനുണ്ട് കാര്യം. കഴിഞ്ഞ ദിവസം രാജ്യത്ത് സർവീസ് ആരംഭിച്ച വന്ദേ മെട്രോ ട്രെയിൻ കേരളത്തിലേക്കും ഉടനെത്തും. ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന ആദ്യത്തെ വന്ദേ മെട്രോ തന്നെ കേരളത്തിലേക്കായിരിക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം വഴി എറണാകുളത്തേക്കോ ആലുവയിലേക്കോ ആയിരിക്കും സർവീസ് എന്നാണ് അറിയുന്നത്. ദക്ഷിണ റെയിൽവേയിൽ വന്ദേ മെട്രോ ഉടൻ ആരംഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു റൂട്ട് ചെന്നൈ ബാംഗ്ലൂരുവും ആയിരിക്കും. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള പാതകളിൽ ഏറ്റവും തിരക്കേറിയ 2 എണ്ണമാണ് തിരുവനന്തപുരം എറണാകുളവും ചെന്നൈ ബംഗളൂരുവും. തെക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ് നടത്തിയത് ചെന്നൈ ബംഗളൂരു റൂട്ടിലായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് വന്നതെന്ന് മറക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യം കേരളത്തിലെ കടുത്ത യാത്രാക്ലേശത്തെ നേരിടാൻ റെയിൽവേക്ക് മുന്നിലുള്ള ഉപായം വന്ദേ മെട്രോ ആരംഭിക്കുക എന്നതാണ്. ഏതാണ്ട് ഒരാഴ്ച മുൻപ് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ നിന്ന് തിരിയാൻ ഇടമില്ലാതെ യാത്ര ചെയ്ത 2 സ്ത്രീകൾ കോട്ടയത്തിനും എറണാകുളത്തിനുമിടയിൽ ബോധരഹിതരായി വീണത് ന്യൂസ് 18 അടക്കം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് റെയിൽവേ തൊടുന്യായങ്ങൾ നിരത്തി വിശദീകരണവുമായി വന്ന് തടി കേടാകാതെ നോക്കിയെങ്കിലും തിരുവനന്തപുരത്തിനും എറണാകുളത്തിനുമിടയിൽ ട്രെയിൻ യാത്രാക്ലേശം അതിഭീകരമാണെന്നത് വാസ്തവമാണ്. ഇതിന് പരിഹാരമായി വന്ദേ മെട്രോ ഓടിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ പുറപ്പെടുന്നതാണ് വേണാട് എക്സ്പ്രസ്. തിരുവനന്തപുരം വിട്ട് കൊല്ലവും കായംകുളവും ഒക്കെ ആകുമ്പോഴേക്കും വേണാട് നിറഞ്ഞു കവിഞ്ഞിരിക്കും. വിദ്യാർത്ഥികളും MG സർവകലാശാലയിലെയും റബ്ബർ ബോർഡിലെ ജീവനക്കാരും കൊച്ചി ഇൻഫോ പാർക്കിലേക്കും വിവിധ ഓഫീസുകളിലേക്കും വ്യവസായ കേന്ദ്രങ്ങളിലേക്കും പോകുന്നവരും ഒക്കെയായി പതിവ് യാത്രക്കാരുടെ പതിവ് വണ്ടിയായി വേണാട് മാറിയിരിക്കും. വേണാടിന്റെ സമയക്രമത്തിലെ പ്രത്യേകതയാണ് ഇതിന് കാരണം. രാവിലെ 8:30യോടെയാണ് കോട്ടയത്തെത്തുക. MG സർവകലാശാല അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കോട്ടയത്തിറങ്ങി സമയത്ത് ഓഫീസിലെത്താനുമാകും. വേണാട് പോവുകയാണെങ്കിൽ ഇനി എറണാകുളത്തെയും കാക്കനാട്ടെയും ജോലിക്കാർക്കാകട്ടെ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങിയാലും സമയത്തെത്താം. ഇതുപോലെ ജീവനക്കാർക്ക് സൗകര്യപ്രദമായ മറ്റൊരു ട്രെയിനുള്ളത് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ആണ്. പുലർച്ചെ 5:45 കായംകുളത്തെത്തുന്ന പാലരുവിയിൽ പിന്നെ വേണാടിനെ പോലെ ജീവനക്കാരുടെ തിരക്കാണ്. കോട്ടയത്തിറങ്ങേണ്ടതിനേക്കാൾ ജീവനക്കാർ എറണാകുളത്തേക്കാണ് പാലരുവിയിൽ യാത്ര ചെയ്യുന്നത്. എറണാകുളം നോർത്തിൽ 8:45-നും ആലുവയിൽ 9:15-നും തൃശൂരിൽ 10 മണിക്കും എത്തുന്ന ട്രെയിനും ജീവനക്കാർക്ക് സൗകര്യപ്രദമാണ്. അതുകൊണ്ട് തന്നെ തിരക്കേറിയതുമാണ്. പിന്നെയും പരശുറാമും ഈ സമയത്തോടുന്ന പ്രതിവാര വണ്ടികളാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും 2 സ്ത്രീകൾ ട്രെയിനിൽ ബോധം കെട്ട് വീഴാൻ മാത്രം അവസ്ഥയാണെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. അതിനാണ് റെയിൽവേ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വന്ദേ മെട്രോ. പ്രത്യേകതകളും ഏറെയാണ്. അതിവേഗം സഞ്ചരിക്കുന്ന മെട്രോ ട്രെയിനാണ്. എയർ കണ്ടീഷനാണ്. ഡേ ട്രാവലിനായി പ്രത്യേകമായി ഡിസൈൻ ചെയ്തതായതിനാൽ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനുമാകും. തുടർച്ചയായി സ്റ്റേഷനുകളിൽ നിർത്തുന്നതിന് തടസ്സമില്ലാത്തതിനാൽ സമയനഷ്ടമുണ്ടാകില്ല. ശരിക്കും കേരളത്തിന് വേണ്ടത് ഇത്തരം ട്രെയിനുകളാണ്. മലയാളി അതിവേഗം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങളാണ് മലയാളിക്കുള്ളത്. പഠനാവശ്യത്തിനും ജോലി ആവശ്യത്തിനും ഒക്കെ പോകുന്നവർക്ക് സമയമാണ് പ്രധാനം. അക്കാര്യത്തിൽ വന്ദേ മെട്രോ ഏറ്റവും ഉചിതമായിരിക്കും. കേരളത്തിന് ലഭിക്കുന്ന വന്ദേ മെട്രോയ്ക്ക് റെയിൽവേ ആലോചിക്കുന്ന റൂട്ട് ഇത് തന്നെയായതും അതുകൊണ്ടാണ്. തിരുവനന്തപുരം, വർക്കല, കൊല്ലം, കായംകുളം, മാവേലിക്കര, കോട്ടയം, തൃപ്പൂണിത്തുറ വഴി എറണാകുളത്തോ ആലുവയിലോ എത്തുമ്പോൾ ജീവനക്കാർക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വരില്ല. ടെൻഷൻ ഇല്ലാതെ വീട്ടിൽ നിന്നിറങ്ങി സമാധാനമായി യാത്ര ചെയ്ത് ഓഫീസിലെത്താം.
അതിനനുസരിച്ച സമയക്രമമാണ് റെയിൽവേ ആലോചിക്കുന്നതെന്നാണ് അറിയുന്നത്. രാവിലെ 5 മണിയോടെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 9:30 ആലുവയിലെത്തുന്ന രീതിയിലാണ് ഒരാലോചന. നിലവിൽ ജനശതാബ്ദിയും വന്ദേ ഭാരതും ഏതാണ്ട് ഈ സമയത്താണ് സർവീസ് നടത്തുന്നത്. ജനശതാബ്ദിയെയും വന്ദേ ഭാരതിനെയും ബാധിക്കാതെ ഒരു സമയക്രമീകരണമായിരിക്കും കോട്ടയം വഴിയുള്ള വന്ദേ മെട്രോയ്ക്കുണ്ടാവുക. കോട്ടയം വഴിയുള്ളത് ഇരട്ടപ്പാതയായതിനാൽ ക്രോസിംഗിന് എവിടെയും പിടിച്ചിടേണ്ടി വരില്ലെന്നതും അനുകൂല ഘടകമാണ്. അതുപോലെ തിരികെ എറണാകുളത്ത് നിന്ന് വൈകിട്ട് 5 മണിയോടെ പുറപ്പെട്ട് 9:00 തിരുവനന്തപുരത്തെത്തുന്ന രീതിയിലായിരിക്കും ക്രമീകരണം. കേരളത്തിന് ഒരു വന്ദേ മെട്രോ ഒന്നും ലഭിച്ചാൽ മതിയാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാത്രമല്ല യാത്രക്കാരുടെ തിരക്കുള്ളത്. എറണാകുളത്ത് നിന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകളിലും നിന്ന് തിരിയാൻ പലപ്പോഴും ഇടമുണ്ടാകാറില്ല. വഞ്ചിനാട് എക്സ്പ്രസിന് ജീവനക്കാരുടെ വണ്ടിയായതിനാൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എന്ന പേര് തന്നെയുണ്ട്. ഇതുപോലെയാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലും കോഴിക്കോട് എറണാകുളം റൂട്ടിലും കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഉണ്ടായിട്ടും കാര്യമില്ല. ദിവസവും യാത്രക്കാർ തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒന്നിലേറെ വന്ദേ മെട്രോകൾ നൽകാൻ റെയിൽവേ കനിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.